വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടപ്പോഴേ മനസ്സിലായി കാണും. നമ്മുടെ വൈൻ മേക്കിംഗ് വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തത്. അപ്പോൾ ഇന്ന് നമ്മുടെ വൈൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ക്രിസ്മസിന് നമ്മുടെ വൈൻ സെർവ് ചെയ്താൽ മതി. അപ്പം 2 ദിവസം കൂടെ വേണം നമ്മുടെ വൈൻ ആക്ച്വലി ഇത് തെളിഞ്ഞ് വരാനായിട്ട്. തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ കുപ്പിയിലേക്ക് മാറ്റണം. ഇപ്പം നമ്മൾ നല്ല പോലെ അതിനെ അരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഗ്ലാസ്സിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. കണ്ടോ, കളറൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. കളറിങ്ങനെ മട്ടി ഇങ്ങനെ അടിയുന്നതിനനുസരിച്ച് ഇതിങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോൾ ദേ നമ്മുടെ വൈൻ റെഡി ആയിട്ടുണ്ട്. അപ്പം വീഡിയോ കാണണ്ടേ എങ്ങനെയാണെന്ന്. അപ്പോൾ നല്ല ടേസ്റ്റ് വേണം നമ്മുടെ വീട്ടിലുണ്ടാക്കിയ വൈനൊക്കെ നമുക്ക് കഴിക്കുന്നതിന്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവരൊന്നും പോയി കാണുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ വൈൻ ഇട്ട് വെച്ചിട്ട് 21 ദിവസം ആയിട്ടുണ്ട്. അപ്പം ഞാൻ വൈൻ ബോട്ടിൽ തുറക്കാൻ പോവുകയാണ്. എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ. അപ്പം ഞങ്ങൾ ഇതുവരെ ഇളക്കിയിട്ടൊന്നുമില്ല. എങ്ങനെയുണ്ടെന്ന് നമുക്ക് തുറന്ന് നോക്കാം. വൈൻ ബോട്ടിൽ തുറക്കുന്നത് വൈൻ നല്ല മണമൊക്കെ വരുന്നുണ്ട്. വൈൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇളക്കുന്നില്ലായിരുന്നു, ഇളക്കാതെ വെച്ചേക്കായിരുന്നു. ഇപ്പം നമ്മൾ ഇളക്കാൻ പോവുകയാണ്. നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി നമുക്ക് വൈൻ ഇത് ഒരു പാത്രത്തിലോട്ട് നമുക്ക് അരിച്ചൊഴിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു സ്റ്റീൽ ചരുവം ഇതുപോലെ കഴുകി ഉണക്കി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഒരു പാത്രത്തിലാണ് നമുക്ക് ഒഴിച്ച് ആദ്യം നമുക്കിതിനൊന്ന് അരിച്ചൊഴിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് അരിക്കാം. നല്ലപോലെ ഇളക്കിയതിന് ശേഷമേ നിങ്ങൾ ഒഴിക്കാവുള്ളൂ. ഇത് നോക്കിക്കോളൂ, നമ്മുടെ ഗോതമ്പൊക്കെ കണ്ടോ കറക്റ്റായിട്ട് ഒന്ന് വലുതായിട്ട് ഇതേ റെഡിയായി വന്നിട്ടുണ്ട് ഗോതമ്പൊക്കെ. ഇനി നമുക്ക് ജസ്റ്റ് ഈ കൈ കൊണ്ട് തന്നെ ഇതൊന്ന് ആദ്യം ഒന്ന് പിഴിഞ്ഞ് നമുക്കെടുക്കാം. ഒരുപാടിട്ട് പിഴിയണ്ട, മാക്സിമം അതിനകത്തുള്ള നീരെല്ലാം നമുക്കെടുക്കാം. അല്ലെങ്കിൽ ഒരു തടി കൊണ്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്തെടുത്താലും മതി. ഇത്ര വേസ്റ്റ് മാത്രമാണ് ഇതിനുള്ളത്. അപ്പം ഞാൻ ഫുള്ള് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആവശ്യമില്ല, ഇത് നമുക്ക് കളയാം. നമ്മുടെ വൈൻ ഞാൻ കറക്റ്റായിട്ട് ആദ്യത്തെ റൗണ്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആദ്യത്തെ റൗണ്ട് കണ്ടോ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചെറിയ ഇതൊക്കെ കാണും. നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ആദ്യം ഒരു കറക്റ്റായിട്ട് അത് തെളിഞ്ഞ് വരത്തില്ല. ഇനി നമുക്ക് രണ്ടാമതൊന്നും കൂടി ഇതിലേക്ക് അരിക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്കിനി ഇതിനകത്തേക്ക് പഞ്ചസാര നമുക്ക് ക്യാരമലൈസ് ചെയ്ത് ഒഴിക്കണം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് പഞ്ചസാര ക്യാരമലൈസ് ചെയ്യാം. പഞ്ചസാര ക്യാരമലൈസ് ചെയ്യുന്നതിന് ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പം സാധാരണ 1 കപ്പ് മതി. അപ്പം ഞാൻ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് അങ്ങ് ബ്രൗൺ കരിഞ്ഞ് പോവണ്ട, എന്നാലും ഒരു ബ്രൗൺ കളറായി വരണം. അതുവരെ നമുക്കതിനെ ക്യാരമലൈസ് ചെയ്തെടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് വെള്ളവും കൂടി നമ്മൾ ചൂടാക്കാൻ വയ്ക്കുക. ഒരു കപ്പ് വെള്ളം നമ്മൾ അടുത്ത അടുപ്പിലേക്ക് നമ്മൾ ചൂടാക്കാനായിട്ട് വയ്ക്കണം. ഇത് ക്യാരമലൈസ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ചൂടുവെള്ളം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അടുത്ത അടുപ്പിലേക്ക് വെള്ളവും ചൂടാക്കാൻ വെക്കുകയാണ്. പഞ്ചസാര ക്യാരമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. അധികം അങ്ങ് കളർ മാറണ്ട. ഒരുപാട് കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കരിഞ്ഞ ചെവ വരും, വ്യത്യാസം വരും. അപ്പം നമുക്ക് ഇതിലേക്കിനി വെള്ളം ഒഴിച്ച് കൊടുക്കാം, ചൂടുവെള്ളം. ഞാൻ 1 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചതായിരുന്നു. നല്ലപോലെ ചൂടായിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിക്കാം. ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ദൂരെ മാറി നിന്നിട്ട് ഒഴിച്ചെടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തണുത്ത് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം മാത്രമേ നമ്മുടെ വൈനിലേക്ക് ഒഴിക്കാവുള്ളൂ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കാരമലൈസ് ചെയ്തെടുത്തിട്ടുള്ള പഞ്ചസാര വെള്ളവും കൂടി തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്ക് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം ഇത് മിക്സ് ചെയ്ത് ഇത് കറക്റ്റ് ഇത് എല്ലാ സ്ഥലത്തും എത്തണം. അപ്പോൾ ഇനി നമുക്കിത് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു കോട്ടൺ തുണിയാണ്, അപ്പം നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. തുണി കഴുകി ഉണക്കിയെടുത്ത തുണിയാണ്. ഇനി നമുക്ക് ഒരു ചെറിയ പാത്രത്തിലേക്കാണ് അരിച്ചൊഴിക്കുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ അരിച്ചൊഴിക്കുന്നതാണ് കുറച്ച് ടൈം എടുക്കും നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ നമ്മൾ അരിച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു കപ്പ് വെച്ചിട്ടാണ് കോരി എടുക്കുന്നത്. അപ്പോൾ കപ്പൊക്കെ നല്ലപോലെ കഴുകി ഉണക്കി എടുത്തിട്ടുള്ളതാണ്. വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവരുത് ഇതിൽ. പിന്നെ നമുക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിങ്ങനെ ഈ ഒരു പാത്രം നിറയുന്നവരെ ഇത് അരിച്ചെടുക്കട്ടെ. ഇത്രയും ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് 2-3 പ്രാവശ്യമായിട്ട് കുറച്ച് ക്ഷമയോടെ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യണം. അപ്പം ആദ്യത്തെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് പകുതിയോളം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വൈൻ ഇട്ട് വെച്ച് നമ്മളെ ഗ്ലാസ് ജാറുണ്ടല്ലോ, അത് നല്ല പോലെ ഞാൻ കഴുകി ഉണക്കി ഒരു ശകലം പോലും വെള്ളമില്ലാതെ ചൂടുവെള്ളം എല്ലാം ഒഴിച്ച് കഴുകി എടുത്തിട്ടുള്ളതാണ്. രണ്ടാമത് കഴുകിയെടുത്ത് ഉണക്കിയെടുത്ത ജാറാണ്. ഒരു ശകലം വെള്ളം ഉണ്ടാവരുത്. എന്നാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോവും. അപ്പോൾ നമുക്ക് ഇതും ഇതിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ചു വയ്ക്കാം. 2-3 ദിവസം ഇതിലിരുന്നൊന്ന് തെളിയണം. അപ്പോൾ വേറെ കുപ്പികളിലേക്ക് മാറ്റുന്നതിന് മുന്നേ നമുക്കിതിലേക്ക് തന്നെ നമുക്ക് തിരിച്ചൊഴിക്കാം. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയും കൂടി നമുക്ക് അരിച്ചെടുക്കാം. 2 പാത്രത്തിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതും ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് പഴയതുപോലെ കെട്ടി വെച്ചിട്ട് 2-3 ദിവസം 2-3 ദിവസം വേണ്ടി വരും ഇതൊന്ന് തെളിഞ്ഞ് വരാനായിട്ട്. അപ്പോൾ ഇനി ഇത് തെളിഞ്ഞ് വരുന്നതിനനുസരിച്ച് നമുക്ക് കുപ്പികളിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നമുക്കിനി കെട്ടിയൊക്കെ വെക്കണം. ഇതുപോലുള്ള കുപ്പികൾ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഡാർക്ക് കളറിൽ കുപ്പിയിലാണ് വൈൻ ഒഴിച്ച് വെക്കുന്നതെന്ന് പറയും. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വൈൻ വാങ്ങിയായിരുന്നു, ഞാൻ ഇട്ടില്ല. അപ്പോൾ വൈൻ വാങ്ങിയ കുപ്പിയാണ്. അപ്പോൾ ഈ കുപ്പി ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുപ്പിയിലാണ് നമ്മൾ ഒഴിച്ച് വെക്കുന്നത്. തെളിയുന്നതിനനുസരിച്ച് ഈ കുപ്പിയിൽ ഒഴിക്കാം. പക്ഷേ ഇതിൻ്റെ അടപ്പ് നമ്മളൊരു കാരണവശാലും ഫുള്ളായിട്ട് നമ്മൾ അടച്ചു വയ്ക്കാൻ പാടില്ല. കുറച്ച് ലൂസാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അടച്ചു വയ്ക്കാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇതിന് ഫെർമെൻ്റായി വരാനായിട്ട് ചെയ്യുമ്പോൾ ഇത് പൊട്ടി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇത്രയും നേരമായിട്ട് ഞാനിത് കഴിച്ചിട്ടില്ല. ഇതിൻ്റെ മണമൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമുക്കിനി ഇത് ശകലം ഒന്ന് കഴിച്ച് നോക്കാം. വൈൻ ഗ്ലാസ്സിലെടുത്തിട്ടുണ്ട്. അപ്പം കണ്ടോ, ഇപ്പം തന്നെ അതിൽ 2 ലെയറായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പം വലിയ കളർ നമുക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിലും തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നല്ല കളറായിരിക്കും വൈനിന്. അപ്പം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട വൈൻ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. സത്യം പറയാനോ നല്ല ടേസ്റ്റാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.